പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുണ്ടോ എന്ന് കെ.ടി. ജലീൽ. ജനാധിപത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ക്ഷേത്രപൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് കെ.ടി. ജലീൽ ചോദിച്ചു. മണ്ണാർക്കാട് CPI സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കെ.ടി. ജലീൽ. ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി പൂജ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതും സെക്കുലർ ഡെമോക്രാറ്റിക് രാഷ്ട്രത്തിന്റെ തലവൻ നിർവഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മതാധിഷ്ഠിത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ അവിടുത്തെ പ്രസിഡന്റോ അവിടുത്തെ പ്രധാനമന്ത്രിയോ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടത് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മതചടങ്ങിന് നേതൃത്വം നൽകിയത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഭൂമി പൂജയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് ചെയ്യേണ്ടത് പുരോഹിതന്മാരല്ലേ? വേദപാണ്ഡിത്യമുള്ള സന്യാസിമര്യന്മാരല്ലേ? അവരെയൊക്കെ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ട് അതൊന്നും അറിയാത്ത ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഭൂമി പൂജ നടത്തുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? ഇനി ഇതാ രാമപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. സൗദി അറേബ്യ ഒരു മതാധിഷ്ഠിത രാജ്യമാണെന്നാണല്ലോ ഉറപ്പ്. ഏതെങ്കിലും ഒരു ഹജ്ജ് കർമ്മത്തിന്റെ ഏതെങ്കിലും ഒരു മതചടങ്ങ് സൗദി അറേബ്യയുടെ സുൽത്താൻ, അവിടുത്തെ പ്രസിഡന്റ് നിർവഹിച്ചതായി നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ പുരോഹിതന്മാരുണ്ടവിടെ, മതപണ്ഡിതന്മാരുണ്ടവിടെ. അവരാണ് അത് ചെയ്യേണ്ടത്. ശുദ്ധമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചാലല്ലാതെ ഇന്ത്യയിൽ RSSനെയും BJPയെയും തളക്കാനാവില്ല. ഒരു മതാധിഷ്ഠിത രാജ്യവും ലോകത്ത് ശാശ്വതമായി നിലനിന്നിട്ടില്ല. നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ 972 ആയപ്പോഴേക്ക് പിളർന്നില്ല. ഇന്ത്യയിൽ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ട് എന്തേ പിളരാതിരുന്നത്? മതത്തിന് ജനങ്ങളെ ഒരുമിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. ബംഗ്ലാദേശിലെ മുസ്ലിം ജനസംഖ്യ എത്രയാണ്? 90%. 90% മുസ്ലിങ്ങളുള്ള ഒരു ദിക്ക്, ഒരു ദേശം, 90% മുസ്ലിങ്ങളുള്ള മറ്റൊരു രാജ്യത്ത് നിന്ന് എന്തിന് ബന്ധം ഏർപ്പെടുത്തി? ഞങ്ങൾക്ക് അവരുടെ കീഴിൽ ജീവിക്കേണ്ട എന്ന് ബംഗ്ലാദേശുകാര് എന്തിന് തീരുമാനിച്ചു? No religion can unite the people. ലോകത്ത് ഒരു മതത്തിനും ഒരു രാഷ്ട്രമായി ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മധ്യപൂർവ്വത്തെ മുസ്ലിം രാജ്യങ്ങൾ എടുത്തു നോക്കൂ. ഇസ്ലാം അല്ലേ അവിടെ മതം? എല്ലാവർക്കും കൂടി ഒരു രാജ്യം മതി എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരു ജില്ലയുടെ വലിപ്പമേ ഉള്ളൂ ഓരോ രാജ്യത്തിന്. ഖത്തറിന് നമ്മളുടെ ഒരു ജില്ലയുടെ വലിപ്പമേ ഉള്ളൂ. കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യമൻ, UAE, സൗദി അറേബ്യ, അങ്ങനെ തുടങ്ങി എത്ര രാജ്യങ്ങൾ. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. അവിടെ മതത്തിന് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞോ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തൊരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ആ വസ്തുതയും സത്യവും യൂറോപ്പ് തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു രാജ്യം പോലെ